അതനുസരിച്ച് കടലിൽ നിന്ന് പോലും ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഉപ്പ് ശേഖരിക്കുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധമായിരുന്നു. അതിനു പകരം അവർ ബ്രിട്ടീഷുകാരിൽ നിന്ന് കനത്ത നികുതി ചുമത്തിയ ഉപ്പ് വാങ്ങാൻ നിർബന്ധിതരായിരുന്നു. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ദണ്ഡി മാർച്ചിന്റെ മുഖ്യ പ്രാധാന്യമായി ഉപ്പു നികുതി തിരഞ്ഞെടുത്തത്. ഇത് 1930-ൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു അഹിംസാപരമായ പ്രതിഷേധമായിരുന്നു. മാർച്ച് 12-ന് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയിലേക്ക് ഇത് ആരംഭിച്ചു. ഈ മാർച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ശക്തമായ ഒരു ചിഹ്നമായി മാറി. ലക്ഷക്കണക്കിന് ആളുകളെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ ചേരാൻ പ്രചോദിപ്പിച്ചു. ഇത് എന്താഹാരമാ അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതിൽ ഉപ്പേ ഇല്ലല്ലോ. ഒരുപക്ഷെ അമ്മ ഇതിൽ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടാവുമോ? അമ്മ ഇത് കേൾക്കുന്നുണ്ടോ? ഇത്തിരി ഉപ്പ് കൊണ്ടുവരും അമ്മേ. ഓ മോളെ, ഉപ്പിനി കാണാൻ കിട്ടില്ല. നിങ്ങൾക്ക് ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കേണ്ടി വരും. ഈ ബ്രിട്ടീഷുകാർ ഉപ്പിനും നികുതി ചുമത്തിയിരിക്കുന്നു. ഉപ്പിന് നികുതിയോ? അതെന്തു നികുതി? ഇവർക്ക് തോന്നിയാൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിന് പോലും നികുതി ചുമത്തും. എന്തിനാ വിഷമിക്കുന്നത്? നമ്മുടെ ബാപ്പുജി ഉണ്ടല്ലോ. നടക്കൂ, ബാപ്പുവിന്റെ അടുത്തോട്ട് പോവാം. മൈലോ, ഇത് നിങ്ങൾക്കുള്ള ഒരു കത്താണ്. കത്തോ? ആരുടെ? ഈ കത്ത് ഗാന്ധിജിയുടേതാണ്. ഗാന്ധിജിയുടെ കത്തോ? വായിക്കൂ. ഗാന്ധിജിയുടെ കുറെ നിബന്ധനകളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നിബന്ധനകളോ? എന്ത് നിബന്ധനകൾ? ഗാന്ധിജിയുടെ നിബന്ധനകൾ ഇതൊക്കെയാണ്: സൈനിക ചെലവ് കുറയ്ക്കുവാനും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുവാനും ഭൂനികുതി കുറയ്ക്കണമെന്നും ഉപ്പിന്റെ നികുതി ഇല്ലാതാക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്ത്? ഉപ്പിന്റെ നികുതി കുറയ്ക്കണമെന്നോ? എനിക്കൊരു കാര്യം അറിയണം. ഈ നിബന്ധനകളൊക്കെ ഞാൻ അംഗീകരിച്ചില്ലെങ്കിലോ? ഈ നിബന്ധനകൾ താങ്കൾ അംഗീകരിച്ചില്ലെങ്കിൽ ഗാന്ധി ദേശീയ തലത്തിൽ സത്യാഗ്രഹത്തിന് ഒരുങ്ങുകയാണ്. ഓ, ദേശീയ തലത്തിൽ സത്യാഗ്രഹമോ? അദ്ദേഹത്തിന്റെ ഒരു നിബന്ധനകളും ഞാൻ അംഗീകരിക്കില്ല. കാണാം നമുക്ക്. നിങ്ങൾക്ക് ദുഃഖകരമായ ഒരു വാർത്തയുണ്ട്. മിസ്റ്റർ എഡ്വിൻ നമ്മുടെ ഒരു നിബന്ധനയും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ദേശീയതല സത്യാഗ്രഹത്തിന് ഒരുങ്ങുകയാണ്. അത് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. സുഹൃത്തുക്കളെ, ബ്രിട്ടീഷ് ഭരണം നമ്മുടെ മേൽ വന്ന ശാപമായി കാണുന്നു. ക്രമാതീതമായ ചൂഷണവും ചെലവ് കുറഞ്ഞ സിവിൽ സൈനിക ഭരണ സംവിധാനവും വഴി അത് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ ദരിദ്രരാക്കി. ബ്രിട്ടീഷ് ഭരണം നമ്മുടെ സംസ്കാരത്തിന്റെ അടിത്തറയെ തന്നെ തകർത്തെറിഞ്ഞു. നമ്മെ ആത്മീയമായി ശക്തിയില്ലാത്തവരാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഒരിക്കലും അതിനെ സഹിക്കാൻ കഴിയാത്തത്. ഉപ്പു നിയമം ദരിദ്രരുടെ കാഴ്ചപ്പാട് തീർച്ചയായും അന്യായമായിരുന്നു. സ്വാതന്ത്ര്യ സമരം രാജ്യത്തിലെ ഏറ്റവും ദരിദ്രർക്കും അനിവാര്യമായിരുന്നു. ഈ ദോഷത്തിന് എതിരായി നമ്മൾ സിവിൽ അവഗണന പ്രസ്ഥാനം ആരംഭിക്കും. വരൂ, അഹിംസയുടെ വഴി പിന്തുടർന്ന് സ്വാതന്ത്ര്യത്തിനായി പോരാടുമെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യാം. നാം അഹിംസയുടെ വഴി പിന്തുടർന്ന് സ്വാതന്ത്ര്യത്തിനായി പോരാടും. വന്ദേ മാതരം, 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 വന്ദേ മാതരം. ഓഗസ്റ്റ് 8-ന് മഹാത്മാഗാന്ധിജി ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു.
ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഇവിടെ മഹാത്മാഗാന്ധിജി ഇന്ത്യക്കാരോട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തു. ഇതിനു മുൻപ് അദ്ദേഹം സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. ജർമ്മനിയുടെ ഏകാധിപതിയായ അഡോൾഫ് ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധം പ്രഖ്യാപിച്ചു. ജർമ്മനി പരാജയപ്പെട്ടു. ഹെയ് ജർമ്മനി! ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത് ബ്രിട്ടീഷുകാരോടൊപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോരാടാനാണ്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും. നാം അടിമപ്പെട്ട ഒരു രാജ്യമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോരാടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. ഞങ്ങൾക്ക് താല്പര്യമുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനാണ്, നിങ്ങളുടേതല്ല. ആസാദി 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 ആസാദി! നാം ഈ പ്രസ്ഥാനം എങ്ങനെ തുടരും? ക്വിറ്റ് ഇന്ത്യ സമരം, അതിനെക്കുറിച്ച് എന്ത് കാര്യങ്ങൾ? ഇതെല്ലാം ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മുടെ സ്വാതന്ത്ര്യം നേടുന്നതിനെ കുറിച്ചാണ്. അതെ, ബ്രിട്ടീഷുകാർ വളരെ ക്രൂരനാണ്. അവർ ജനങ്ങളെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കുകയും നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ നിരോധിതവും നിയമവിരുദ്ധവുമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതെ, അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ പ്രധാന സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ഈ പ്രസ്ഥാനം നടത്തും. അതെ, ഇതിനെ ഇപ്പോൾ ഗൗരവമായി എടുക്കേണ്ട സമയമാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇത് ഇന്ത്യയിൽ നടന്ന അവസാന സ്വാതന്ത്ര്യ സമരമായിരുന്നു. ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു വാഗ്ദാനം ചെയ്തു. ഇപ്പോൾ ആ വാഗ്ദാനം പാലിക്കാനുള്ള സമയം എത്തിയിരിക്കുന്നു. പൂർണ്ണമായോ മുഴുവൻ അളവിലോ അല്ല, പക്ഷേ വളരെ വലിയ രീതിയിൽ അർദ്ധരാത്രിയിലെ ഘടികാരനാദത്തിൽ ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലും സ്വാതന്ത്ര്യത്തിലും ഉണരുന്നു. ചരിത്രത്തിൽ വളരെ വിരളമായി മാത്രമേ ഉണ്ടാകാറുള്ള ഒരു നിമിഷം വരുന്നു. പഴയതിൽ നിന്ന് പുതുമയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഒരു യുഗം അവസാനിക്കുമ്പോൾ, ഏറെക്കാലം അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് തന്റെ സ്വരം കണ്ടെത്തുകയാണ്. ഈ ഗൗരവമുള്ള നിമിഷത്തിൽ ഇന്ത്യയുടെയും അവരുടെ ജനങ്ങളുടെയും സേവനത്തിനും അതിലും വലിയ മനുഷ്യകുലത്തിന്റെ കാരണത്തിനും നമ്മൾ സമർപ്പണ പ്രതിജ്ഞ എടുക്കുന്നത് യുക്തമാണ്. ഇന്ന് ഒരു ദുരഭിമാന കാലഘട്ടം അവസാനിപ്പിച്ച് ഇന്ത്യ വീണ്ടും സ്വയം കണ്ടെത്തുന്നു. ജയ് ഹിന്ദ്. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാ സുഫലാ മലയജ ശീതലാ സസ്യശ്യാമലാ മാതരം, വന്ദേ മാതരം, ശുഭ്രജ്യോത്സ്നാ പുലകിതയാമിനി, പുല്ലകുസുമിത ദ്രുമദളശോഭിനി, സുഹാസിനി സുമധുരഭാഷിണി, സുഖദാം വരദാം മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം ഓർമ്മിപ്പിച്ച മികച്ച അവതരണം